മലയാളികൾക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരകുടുംബമാണ് മമ്മൂട്ടിയുടെ കുടുംബം. മമ്മൂട്ടിയുടെ രണ്ടു മക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമല്ലാത്ത മക്കളാണ്. എന്നാൽ ഇരുവരെയും കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദുൽഖർ സൽമാൻ ആണെങ്കിലും സിനിമയുടെ അകത്ത് പ്രവർത്തിക്കാത്ത രീതിയിൽ കുട്ടിസുറുമിയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട്. സുൽഫത്തിന്റെയും മമ്മൂട്ടിയുടെയും മകളായ കുട്ടിസുറുമിയുടെ ഭർത്താവ് ഒരു ഡോക്ടറാണെന്നും അദ്ദേഹമാണ് മമ്മൂട്ടിയുടെ അസുഖമെല്ലാം തന്നെ മാറ്റാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്തതെന്നും നമുക്കറിയാം. ഈ കുടുംബത്തിൽ മറ്റ് രണ്ട് ആൺകുട്ടികൾ കൂടിയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് മമ്മൂട്ടിയുടെ മകനും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നും ഗുരുതര അപകടം തന്നെയാണ് ഉണ്ടായതെങ്കിലും ജീവൻ രക്ഷമായത് തലനാഴിയിരിക്കെന്ന് പറയുന്നു. ലക്ഷറി കാർ ആയതുകൊണ്ട് തന്നെ അതിന് വളരെയധികം തന്നെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാപ്തിയുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. എങ്ങനെയാണ് വാഹനാപകടം ഉണ്ടായത് എന്നുള്ള കാര്യം ഇതുവരെ പൂർണ്ണമായ രീതിയിൽ വാർത്ത പുറത്തു വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് ഇവരുടെ വാഹനം അപകടത്തിലാവുകയും തുടർന്ന് പോലീസ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും അപകടം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ചെന്നൈയിലെ മിക്ക മാധ്യമങ്ങളിലും ഇതിന്റെ വാർത്ത പുറത്തു വന്നത്. ഇതോടെ മമ്മൂട്ടിയുടെ മകനും ചെറുമകനും സഞ്ചരിച്ചിരുന്ന വാഹനം എന്ന് പറഞ്ഞു വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇത് കുട്ടിസുറുമിയുടെ ഭർത്താവ് ഡോക്ടറാണെന്നും അതുപോലെ ചെറുമകനാണെന്നും മനസ്സിലായത്. പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചോദിക്കുകയായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടിയുടെ മകളും മമ്മൂട്ടിയുടെ മരുമകനും. കുട്ടിസുറുമി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എപ്പോഴും പണ്ട് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെ കൈ പിടിച്ചു വന്നിരുന്ന സുറുമിയെ തന്നെയാണ് ഓർമ്മ വരിക. ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് എന്നാണ് കുട്ടിസുറുമിയുടെ ഭർത്താവിന്റെ പേര്. ഡോക്ടർ മുഹമ്മദ് റഹാൻസെ ഒരു കാർഡിയോ തറാക്കും വാസ്കുലർ സർജനുമാണ്. 27 വർഷത്തോളം തന്നെ അദ്ദേഹത്തിന് അപ്പോളോ ഹോസ്പിറ്റലുമായി ബന്ധവും വളരെയേറെ നാളത്തെ പ്രവൃത്തി പരിചയവും ഉണ്ട് എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർഡിയോളജിസ്റ്റും ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളുടെയും എണ്ണം എടുത്ത് നോക്കിയാൽ അതിലൊരാൾ കൂടിയാണ് മമ്മൂട്ടിയുടെ മരുമകനും ഈ കഴിഞ്ഞ ദിവസം കാർ അപകടത്തിൽപ്പെട്ട മുഹമ്മദ് റഹാൻ സയ്യിദ് എന്ന ഈ ഡോക്ടറും. മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും രണ്ട് മക്കളിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് കുട്ടിസുറുമി. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ദുൽഖർ സൽമാന് ചേച്ചി എന്നതിനേക്കാൾ ഉപരി കുട്ടിസുറുമി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തൊരു വ്യക്തി കൂടിയാണ് എന്നുകൂടി പറയണം. 44 വയസ്സാണ് സുറുമിയുടെ പ്രായം. എന്നാൽ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് ആണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുള്ളത് തന്നെയായിരുന്നു. 2 ആൺമക്കളുടെ ചിത്രങ്ങളും ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ചെറുമക്കൾ നിൽക്കുന്ന ചിത്രത്തിൽ തന്നെ മൂത്ത കുട്ടിയുടെയും ഇളയ കുട്ടിയുടെയും ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടെങ്കിലും ഇത്രയും വലുതായതിനു ശേഷം ആദ്യമായിട്ടാണ് പ്രേക്ഷകർ ഇത് കാണുന്നത് എന്നുകൂടി പറയുന്നു. ഒരു പ്രമുഖ മലയാളി താരത്തിന്റെ മരുമകനും ചെറുമകനും സഞ്ചരിച്ച വാഹനം ചെന്നൈയിൽ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ അപകടത്തിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ കൂടി, അതായത് വാഹനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.